ഞങ്ങളെല്ലാം വോട്ടർമാരാണ്. അവരെ ഒരു സമരത്തിലേക്ക് നയിക്കരുത്, ഇല്ലെങ്കിൽ അവരൊരു പ്രതിഷേധത്തിലേക്ക് നയിക്കരുത്, അതിനു വേണ്ടിയൊരു പരിശ്രമം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ്റെ അഭ്യർത്ഥന. മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പോൾ ഉള്ളത് വേഷം വരാം. ഇവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി വിളിച്ചപ്പോൾ വരുന്നില്ല, ഈ പൊളിഞ്ഞ റോഡിലൊക്കെ വരുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു ആംബുലൻസ് വന്നാൽ പോലും കയറാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇതേവരെ. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ ഫുൾ പണി തീർത്ത് പ്ലാസ്റ്റർ ചെയ്ത് തരുമെന്നുള്ളതാണ് പറഞ്ഞത്. അത് കേട്ട് ഞങ്ങൾ വിശ്വസിച്ച് നടന്നേച്ച്. അസുഖം വന്ന ഒരാളെ കാറിന് കൊണ്ടുപോകാൻ പോലും പറ്റുന്നില്ല, ഒരു ഓട്ടോറിക്ഷ വന്നില്ല. വേസ്റ്റുകാരൻ സുബ്രു പറഞ്ഞ് ഇനി വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരില്ലെന്നാണ് പറയണത്. ഈ അവസ്ഥ കണ്ടില്ലേ? അതുപോലെ തന്നെ JCB കയറി ഇവിടുത്തെ ഈ സ്ലാബിൻ്റെ പൊട്ടി നാശമായി കിടക്കുകയാണ് ചെയ്യുന്നത്. ഇത് സാധാരണക്കാർക്ക് നടന്നു പോകുന്ന ചെറിയൊരു വഴിയാണ്. ഈ വഴി ഈ രീതിയിലാക്കിയത് എന്തോരം ബുദ്ധിമുട്ട്. ഇപ്പൊ ഒരു ഓട്ടോക്കാരൻ അവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് നടന്നു വരേണ്ട ആവശ്യം. ഞങ്ങൾ അനുവദിച്ച വീട്ടിൽ വണ്ടി അകത്തോട്ട് കയറ്റാൻ പറ്റില്ല, ആൾക്കാർ മുഴുവൻ വരുന്നില്ല, അങ്ങനെ കുറെ പ്രശ്നമുണ്ടല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ വണ്ടിയും ഓടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കൂടി തകർന്ന് തരിപ്പണമായിരിക്കാൻ, സ്ലാബിൻ്റെ പോക്ക് എല്ലാം തകർന്നിരിക്കുക. നേരേക്ക് വരാനുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു റോഡായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അതിന് പകരം കറങ്ങി വരേണ്ട അവസ്ഥയാണ്. മഴ വന്നാൽ വെള്ളം നിറഞ്ഞു നടക്കും, കുഴി ഏതാണ് റോഡ് ഏതാണെന്ന് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ്. റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കിയാൽ കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലെ പൊടിയൊക്കെ തിന്ന ആൾക്കാർക്ക് അസുഖം വരുന്നത്, ശ്വാസം മുട്ട ഇതൊക്കെയാണ്. കാരണം ഇനി മഴയും കൂടി വന്നു കഴിഞ്ഞാൽ ഇത് മോശമായ ഒരു അവസ്ഥയായിരിക്കും മാറും. അപ്പോൾ ഇത് എന്താണ്, ആരടുത്താണ് പരാതി പറയേണ്ടത്, എന്തെന്നാണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ വളരെയധികം ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. ഇതിൻ്റെ അധികാരികൾ ഇതൊന്ന് കണ്ണു തുറന്ന് കാണണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. കുടിവെള്ള വിതരണ പൈപ്പിടുന്നതിനായി കുഴിച്ച റോഡുകളെല്ലാം തന്നെ സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം കലൂർ SRM റോഡിലെ ഇടറോഡുകളായ അച്ചംവീട് ലൈൻ, ദാറുസലാം ലൈൻ, കുട്ടോത്ത് ലൈൻ പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനായ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ പ്രക്ഷോഭത്തിലേക്ക് ഒരുങ്ങുന്നു. ഞാൻ അബ്ദുൽ സലാം, മൈത്രി റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ ഈ വഴിയിൽ ഈ അമൃത് പദ്ധതിക്ക് വേണ്ടി പൈപ്പ് ഇടാൻ കുഴിച്ചിട്ട് ഏകദേശം 2 മാസത്തോളമായി. ഇതേവരെ റോഡ് ശരിയാക്കിയിട്ടില്ല. ഇതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒരു ആംബുലൻസ് വന്നാൽ പോലും കയറാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇതേവരെ. പിന്നെ വളരെയധികം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ സമ്മർദ്ദം എല്ലാം കൂടെ ആയിട്ട് കൗൺസിലർമാരും MLA മാരൊക്കെ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഭാഗം ചെറുതായിട്ട് അവർ കോൺക്രീറ്റ് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. വീണ്ടും നമ്മൾ പല തവണ വിളിച്ചിട്ടും അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ അവസാനം ഈ ആഴ്ച ഞായറാഴ്ചക്കുള്ളിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതും നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നില്ല. അവർ പലപ്പോഴും പല ഡേറ്റാണ് പറയുന്നത്. എൻ്റെ പേര് TK മൂസ, SRM റോഡിലെ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. കുട്ടോത്ത് ലൈൻ, അതുപോലെ ദാറുസലാം ലൈൻ, അച്ചംവീട് ലൈൻ, ഈ 3 ലൈനിലും കുടിവെള്ളത്തിന് പൈപ്പ് ഇടുന്നതിന് വേണ്ടി, എന്നാൽ അവിടെ വലിയ രീതിയിലുള്ള കുടിവെള്ള പ്രശ്നങ്ങളും ഇല്ല, എന്നാൽ ഇല്ലാതെ ഇരിക്കുന്നത് പറയാനും പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് പൈപ്പ് ഇടുന്ന ജോലിക്ക് വേണ്ടി റോഡ് കുഴിച്ചു. ഈ 3 റോഡും കുഴിച്ചു. ഈ 3 റോഡും കുഴിച്ചിട്ട് ഏതാണ്ട് 1.5 മാസത്തോളമായി. ഈ റോഡിൽ നിന്ന് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാണ് കഴിയുന്നത്. ഇപ്പോൾ ഒരു കാർ വരുന്നതാണ്, ആ കാറിൻ്റെ വരവൊന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ജനപ്രതിനിധികളെയോ നമ്മൾ കുറ്റം പറയാൻ 100% റെഡിയല്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാവുന്നതിന് മാക്സിമം അവർ പറയുന്നുണ്ട്. പക്ഷേ ഇത് കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ള കോൺട്രാക്ടറുടെ വളരെ നിസ്സാരണം, ഇല്ലെങ്കിൽ നമ്മളിടയ്ക്ക് അവരെ വിളിക്കുന്നുണ്ട്, അവർക്ക് എന്തോ പ്രത്യേകമായി ഈ വർക്കിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് ഉള്ള മാതിരിയാണ് ഒരു സംഭവം വരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കിയില്ലെങ്കിൽ ഞങ്ങൾ കമ്മിറ്റി കൂടി മീറ്റിംഗ് കൂടിയിട്ട് അടുത്ത പരിപാടി എന്ത് വേണമെന്ന് ഞങ്ങൾ ആലോചിക്കുകയും അതൊരു പക്ഷേ ജനപ്രതിനിധികൾക്കെതിരെയാകാം, അല്ലെങ്കിൽ നിലവിലുള്ള കോർപ്പറേഷൻ്റെ ഭരണത്തിനെതിരെയാകാം, അല്ലെങ്കിൽ നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്കെതിരെയാകാം. അത്തരത്തിൽ ചിന്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരമായി ഈ റോഡ് ഞങ്ങൾക്ക് നന്നാക്കി സഞ്ചാരയോഗ്യമാക്കി തരണമെന്നുള്ളൊരു ആവശ്യമായിട്ടാണ് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ഇന്ന് ഇവിടെ ഈ ബൈറ്റ് എടുക്കുന്നത്. ഒരു രോഗിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വാഹനം വിളിച്ചാൽ ഈ റോഡിലേക്ക്, ഈ 3 റോഡിലേക്ക് വരാറില്ല. വേസ്റ്റ് കാര്യം ഇപ്പോൾ നാളെ മുതൽ നിർത്തും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. കാരണം എന്താ പറഞ്ഞാൽ അവർക്ക് വാഹനം ഇതിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വെള്ളക്കെട്ട് ഈ സ്ലാബ് ഇതുപോലെ പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഈ മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളക്കെട്ട് 100% ഉറപ്പാണ്. കാരണം ഇതിലെ വെള്ളം ഫ്ലൂവൻ്റ് ആയിട്ട് കിഴക്ക് വശത്തേക്ക് ഒഴുകി അവിടെ റിവറിലേക്ക് പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടുത്തെ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഇവിടെ തൽക്കാലം വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാത്തതാണ്. പക്ഷേ ഈ സ്ലാബിൻ്റെ കണക്കനുസരിച്ച് അത് ഉണ്ടാകാൻ പോവുകയാണ് ഇപ്പോൾ.
ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവരെല്ലാവരും, ഇതിൻ്റെ കരാറുകാരനാണെങ്കിലും അല്ലെങ്കിൽ ജനപ്രതിനിധികളാണെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം വോട്ടർമാരാണ്. അവരെ ഒരു സമരത്തിലേക്ക് നയിക്കരുത്, ഇല്ലെങ്കിൽ അവരൊരു പ്രതിഷേധത്തിലേക്ക് നയിക്കരുത്, അതിനു വേണ്ടിയൊരു പരിശ്രമം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് മൈത്രി റെസിഡൻറ്റ് അസോസിയേഷൻ്റെ അഭ്യർത്ഥന. കുറേ പേര് താമസിക്കുന്ന സ്ഥലം, അതിൽ തന്നെ കൂടുതലും പ്രായമുള്ളവരാണ്. നമുക്കറിയാലോ, മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പോൾ ഉള്ളത് വശം വരാം. ഇവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു വണ്ടി വിളിച്ചപ്പോൾ വരുന്നില്ല, ഈ പൊളിഞ്ഞ റോഡിലൊക്കെ വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇതെന്താ ഇവരൊന്നും ഇത് മനസ്സിലാക്കാത്തത്? ഇവിടെ ഇതിപ്പോൾ 2 മാസമായിട്ട് വണ്ടി കഷ്ടപ്പെട്ടാൽ പോകുന്നത്. പലർക്കും ഇപ്പം നടുവേദനയാണ്. 2 വീലറിൽ പോകുന്നവർക്കൊക്കെ നടുവേദനയാണ്, കല്ലിലും കട്ടയിലും കയറിയിട്ട്. എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാൻ നമ്മൾ നാട്ടുകാർ ഇടപെടേണ്ടി വരും. നമ്മളെല്ലാവരും സജീവമായിട്ട് തന്നെ ഇതിൽ ഇറങ്ങേണ്ടി വരും. അവർക്ക് വേണ്ട നിയമനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യണം. എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കാനുള്ള നടപടികൾ വെക്കുകയും ചെയ്യാം. ഞങ്ങളടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ ഫുൾ പണി തീർത്ത് പ്ലാസ്റ്റർ ചെയ്ത് തരുമെന്നുള്ളതാണ് പറഞ്ഞത്. അത് കേട്ട് ഞങ്ങൾ വിശ്വസിച്ച് നടന്നേച്ച്. ഇപ്പോൾ ഒരു പണി കുറച്ച് എന്തെങ്കിലും നമ്മൾ റെസിഡൻസിൻ്റെ അസോസിയേഷൻകാർ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ കുറച്ച് പണി നടക്കും. ഇതുവഴി സ്ത്രീകൾക്ക് ഒരു ഓട്ടോ പോലും കടത്തി വിടാനുള്ള ഓട്ടോക്കാർ വന്നില്ല. ഓട്ടോക്കാർ പറയണത് അവരുടെ വണ്ടി കംപ്ലൈൻ്റ് ആവും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഞങ്ങളുടെ വണ്ടികൾ ഇത് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ വണ്ടിക്കും ഡാമേജ് ഉണ്ട്. ഇതിപ്പോൾ നമ്മളിത് ആരുടെ പറയണത്? ഒന്നുകിൽ ഇത് ചെയ്ത് തരിക എന്നുള്ളത് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വമാണ്. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത സ്ഥലങ്ങളിൽ പൊളിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് തടയും. അവിടെ ഇത് ക്ലീനിങ് ആക്കിയതിന് ശേഷം മാത്രമേ അവിടെ പണി തുടങ്ങാൻ സമ്മതിക്കുള്ളൂ എന്നുള്ളൊരു ഇതിലോട്ട് ഞങ്ങൾ പോകേണ്ടി വരും. അസുഖം വന്ന ഒരാളെ കാറിന് കൊണ്ടുപോകാൻ പോലും പറ്റുന്നില്ല, ഒരു ഓട്ടോറിക്ഷ വന്നില്ല. വേസ്റ്റുകാരൻ സുബ്ബർ പറഞ്ഞ് ഇനി വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരില്ലെന്നാണ് പറയണത്. ഈ അവസ്ഥ കണ്ടില്ലേ? വളരെ ദയനീയ അവസ്ഥയിലാണ് കാണുന്നത്. അവിടെ 1.5 ഇഞ്ച് മെറ്റൽ പോലും ഇട്ടിട്ടില്ല ഇതുവരെ. അത് മാത്രമല്ല, വളഞ്ഞിട്ട് ഞാൻ പറഞ്ഞാണ് വളയല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ കാണയുടെ സ്ലാബ് എല്ലാം ഇടിച്ച് കളഞ്ഞവർ. എത്രയും പെട്ടെന്ന് ഇത് നന്നായി കിട്ടാനായിട്ട് ഡെപ്യൂട്ടി മേയറോട്, പുള്ളിയാണല്ലോ ഞങ്ങളുടെ കൗൺസിലർ, വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ. അനവധി തവണ പൈപ്പുകൾ പൊട്ടി വളരെയധികം വെള്ളം ഇവിടെ അനാവശ്യമായി പോവുകയുണ്ടായി. എന്നാൽ 3-4 തവണ വന്ന് ശരിയാക്കുകയും അതിന് ഇതുവരെ ഒരു പരിഹാരം കാണാൻ സാധിക്കാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ JCB കയറി ഇവിടുത്തെ ഈ സ്ലാബിൻ്റെ പൊട്ടി നാശമായി കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. മഴ പെയ്താലും ഇതിലെ വെള്ളം പോകാത്തൊരവസ്ഥയാണ് ഈ കാണുന്നത്. ഇത് സാധാരണക്കാർക്ക് നടന്നു പോകുന്ന ഒരു ചെറിയൊരു വഴിയാണ്. ഈ വഴി ഈ രീതിയിലാക്കിയത് എന്തോരം ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരു ഓട്ടോക്കാരൻ അവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് നടന്നു വരേണ്ട ആവശ്യം. ഇത് പണിയുമ്പോൾ അവർക്ക് തിരിച്ചിടാനുള്ള ഒരു ഇതും കൂടി കാണിക്കണ്ടേ ഇവര്? അത് ചെയ്തില്ല. ഇപ്പോൾ ഇട്ടുണ്ടും പോയി എത്ര ദിവസവും ഇത് എത്ര ദിവസവും ബുദ്ധിമുട്ടുണ്ടായേക്കണം. അതിന് നമ്മളെല്ലാവരും പ്രതികരിച്ചാലേ ഇതിനൊരു ഫലം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ അനുവദിച്ച വീട്ടിൽ വണ്ടി അകത്തോട്ട് കയറ്റാൻ പറ്റില്ല, ആൾക്കാർ മുഴുവൻ വരുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. സ്ലാബുകൾക്ക് അത് കണ്ടില്ല, അവിടെ കാണിച്ചു നോക്കി, സ്ലാബൊക്കെ ചവിട്ടി പിടിച്ച് അതെല്ലാം പ്രശ്നങ്ങളാണ്. എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ വേണം. നമുക്ക് ട്രാൻസ്പോർട്ട് കിട്ടുന്നില്ല, ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരില്ല, ഒരു ടാക്സി വിളിച്ചാൽ വരില്ല, ഇതൊന്നും വരുന്നില്ല. ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ വണ്ടിയും ഓടാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കൂടി തകർന്ന് തരിപ്പണമായിരിക്കാൻ, സ്ലാബിൻ്റെ പോക്ക് എല്ലാം തകർന്നിരിക്കുക. ചിലരോട് മെറ്റൽ കിട്ടാനില്ല, അതാണ് ഇതാണെന്നൊക്കെ പറയണം. എന്തൊക്കെയാണ് ഫിനിഷിങ് ചെയ്യണില്ല. ആ കൂടി ബുദ്ധിമുട്ടാണ് ഈ ലൈൻ, ദാർസുലാൻ ലൈൻ സംഭവം. ലൈറ്റ് ആയിക്കഴിഞ്ഞാൽ കുണ്ടും കുഴി അറിയണില്ല. ഇതെന്തായാലും ഇന്നലെ നാളെ അത് ഫിനിഷ് ചെയ്യണ്ടേ? ഇങ്ങനെ ഇട്ടാൽ മതിയാ സംഗതി? ഒരു പ്രോബ്ലം ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യേണ്ടത്. അതെന്താ ഇവർ ചെയ്യാത്തതെന്ന് അറിയാൻ പാടില്ല. നമുക്ക് വണ്ടികൾ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടന്നു പോകുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് ശരിയാക്കി കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അവസ്ഥ ദയനീയമാണ്, അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് ശരിയാക്കി തരണം എന്നാണ് ഞങ്ങളുടെ അപേക്ഷ. നേരേക്ക് വരാനുള്ള മെയിനായിട്ടുള്ള ഒരു റോഡായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ അതിന് പകരം കറങ്ങി വരേണ്ട അവസ്ഥയാണ്. മറ്റു വാഹനങ്ങളൊക്കെ വിളിച്ചെങ്കിൽ വരൂ, എന്തെങ്കിലും ആവശ്യം വരുന്നില്ല. അതാണ് പറഞ്ഞത്, അവർ കറങ്ങി വരണമെന്ന് വെച്ചിട്ട് വിളിച്ചിട്ട് അവർ വരുന്നില്ല. നമ്മൾ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. 1.5 മാസത്തോളമായി ഈ റോഡ് ഇവിടെ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. പൈപ്പ് ഇടാനെന്നാണ് പറഞ്ഞിട്ട് ഇട്ടത്, പൈപ്പിന് കുഴിച്ചിട്ടു. ഇപ്പോൾ ഒരു വണ്ടികൾക്ക് നമ്മൾ വീട്ടിലേക്ക് വരെ വണ്ടികൾ കയറ്റാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ കണ്ടീഷൻ വളരെ മോശമാണ്. പല പ്രാവശ്യമായി കോൺട്രാക്ടറെ വിളിക്കുന്നു, ഈ റോഡ് നന്നാക്കി തരാൻ വേണ്ടി ഇന്ന് വരാം നാളെ വരാം എന്ന് പറയലല്ലാതെ ഇതുവരെ ഇതൊന്നും നന്നാക്കി തരാനായിട്ട് ഉദ്ദേശിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് എന്താണ്, ആരെടുത്താണ് പരാതി പറയേണ്ടത്, എന്തെന്നാണ് ചെയ്യേണ്ടത്?
ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ വളരെയധികം ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. ഇതിൻ്റെ അധികാരികൾ ഇതൊന്ന് കണ്ണു തുറന്ന് കാണണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഓട്ടോറിക്ഷക്കാരൻ വിളിച്ചാൽ പോലും അകത്തേക്ക് കയറി വരുന്നില്ല. SR റോഡിൻ്റെ വാതിക്കൽ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്, അകത്തേക്ക് കയറുന്നില്ല. പലർക്കും കുട്ടികൾക്ക്, ഇപ്പം ഞങ്ങൾക്ക് തന്നെ നമ്മൾ 2 വീലറോ കാറോ ഇവിടെ ഓടിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത വളരെ അവസ്ഥയാണ് ഇവിടെയുള്ളത്. അതാണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്. നേരെ ചൊവ്വ നടന്നു പോകാൻ പോലും പറ്റുന്നില്ല. കാരണം ഒന്നാമത് പൊടിയാണ്, റോഡ് മുഴുവനും പൊടി അടിച്ച് കയറുകയാണ്. നടന്നു പോലും പോകാനായിട്ട് ഇവിടെ സാധിക്കുന്നില്ല. ഈ റോഡ് കൊച്ചിൻ കോർപ്പറേഷനിലെ ഏത് ഡിവിഷനിലായിരുന്നു? ഇത് 18, 19 ഡിവിഷനിൽ പെട്ടതാണ് ഈ 2 റോഡ്. അച്ചമ്പീടിലെയും കുട്ടോത്തിലെയും ദാർസലാം റോഡ്. ഇവിടെ ഈ അടുത്ത് ഈ മസ്ജിദൊക്കെ ഉള്ളതുകൊണ്ട് ഇത് മസ്ജിദുള്ള ഞങ്ങൾ പള്ളിയിലേക്ക് പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നു. പള്ളിയിലേക്ക് കൊണ്ട് 2 വീലർ തന്നെ ആൾക്കാർ വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം പള്ളിയിലേക്ക് വരുന്ന 2 വീലർ വരുന്നവരെല്ലാം അതിൻ്റെ തൊട്ടടുത്തുള്ള ഈസി ലൈനിൽ കൂടെ വണ്ടി ഓടിച്ച് പള്ളിയിലേക്ക് വരുന്നത്. കാരണം ഇതിലെ കൂടെ വരാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. മോശമായിട്ട് കിടക്കണേ റോഡ്, അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുള്ള. മഴ വന്നാൽ വെള്ളം നിറഞ്ഞിടക്കും, കുഴി ഏതാണ് റോഡ് ഏതാണെന്ന് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ്. എത്രയും പെട്ടെന്നൊന്ന് അധികാരികൾ, ബന്ധപ്പെട്ട അധികാരികൾ നമ്മൾ ഇറങ്ങി ചെയ്തു തന്നാൽ ഉപകാരമായി. റോഡിന്റെ അവസ്ഥ പൊടിയായിട്ട് ഇവിടെ വീടുകൾക്ക് നിൽക്കാൻ പറ്റണില്ല. വണ്ടി നമുക്ക് ഓട്ടോ ഓടിക്കണേ, വണ്ടി ഓടാൻ പറ്റണില്ല. ഒരു വണ്ടി വിളിച്ചാൽ ഈ വഴിയിൽ ആരും വരില്ല. അങ്ങനത്തെ സിറ്റുവേഷനാണ്. വണ്ടി വന്നാൽ വണ്ടിയുടെ ടയർ പോകും, എല്ലാ സാധനങ്ങളും പോകും. അപ്പോൾ പിന്നെ ആ വണ്ടി വിളിച്ച് അങ്ങനെ വന്ന കഴിക്കും. അവരും പറഞ്ഞിട്ട് കാര്യമില്ല. റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കിയാലേ ശരിയാവുള്ളൂ. റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കിയാൽ കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലെ പൊടിയൊക്കെ തിന്ന ആൾക്കാർക്ക് അസുഖം വരുന്നത്, ശ്വാസം മുട്ട ഇതൊക്കെ ആയിട്ട് വണ്ടി വരെയില്ല. ആൾക്കാരെല്ലാം ഇങ്ങനെ വന്ന് തിരിച്ചു പോവുകയും ചെയ്യും. റോഡ് ഇങ്ങനെ പൊളിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ വാഹനങ്ങൾക്ക് വരാനും അത്യാവശ്യമായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വല്ല അത്യാവശ്യമാർക്ക് ആർക്കെങ്കിലും അസുഖമായിട്ട് വല്ല ആംബുലൻസൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിനുപോലും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കുറേ ഓട്ടോകൾ ഇങ്ങോട്ട് വരുന്നില്ല അല്ലേ. എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിന് അതിൻ്റെ അധികാരപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കണം. കാരണം ഇനി മഴയും കൂടി വന്നു കഴിഞ്ഞാൽ ഇതിലും മോശമായ ഒരു അവസ്ഥയായിരിക്കും.